ഹലോ, ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പലരും പറയുന്ന ഒരു കാര്യമാണ് സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം അത് താഴേക്ക് വീഴുന്നുവെന്നും ഒരു മൂവില്ലാതെ ഇട്ട പൈസ പോയ അവസ്ഥയാണെന്നും. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? രണ്ട് കാരണങ്ങളാണ് അതിന്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ സ്റ്റോക്ക് വാങ്ങിയത് ഒരു ന്യൂസ് കേട്ടിട്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് ഒരു റീറ്റെയിൽ ട്രേഡർമാരെ കൊടുക്കാനുള്ള ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങിയ ആ സമയം മുതൽ സ്റ്റോക്ക് വില ഇടിയാൻ തുടങ്ങും. ഇനി നിങ്ങൾ വാങ്ങിയ സ്റ്റോക്ക് മാർക്കറ്റിൽ തന്നെ വമ്പന്മാരായ സ്മാർട്ട് മണി എന്ന് പറയപ്പെടുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സോ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്മാരോ ഒന്നും തന്നെ കൈവയ്ക്കാത്ത ഒരു സ്റ്റോക്കിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പൈസ ദീർഘകാലത്തേക്ക് ചിലപ്പോൾ ബ്ലോക്കായി പോവാം. ഇതുപോലെയുള്ള സ്റ്റോക്കുകൾ അതിന് ഒരു ഉദാഹരണമാണ്. അപ്പോൾ എന്താണ് ഇതിനൊരു പ്രതിവിധി? എങ്ങനെ ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാം? അതാണ് നമ്മൾ ഈ നോക്കാൻ പോകുന്നത്. അതിനെ നമ്മൾ പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരിക്കലും ഒഴുക്കിനെതിരെ നീന്തരുത് എന്നൊരു കാര്യം. അതായത് ഒരു മേജർ ട്രെൻഡ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, എന്നിട്ട് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മേജർ ട്രെൻഡ് അഥവാ ഒഴുക്കുള്ള ഭാഗത്തേക്ക് നീന്തണം. അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്റ്റോക്കിൽ നേരത്തെ പറഞ്ഞ സ്മാർട്ട് മണിയുടെ പ്രസൻസ് ഉണ്ടോ എന്ന് അറിയലാണ്. നമുക്ക് അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ബ്രേക്ക് പോയിന്റിന്റെ സ്മാർട്ട് മണി പ്രോ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് വ്യൂ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം. ഞാൻ രണ്ട് ചാർട്ടുകൾ കാണിക്കാം. ഇതിൽ നിങ്ങൾക്ക് തന്നെ കാണാം സ്മാർട്ട് മണി ഈ ചാർട്ടിൽ വന്നപ്പോൾ ഉള്ള സ്റ്റോക്കിന്റെ ഒരു മൂവ്മെന്റും സ്മാർട്ട് മണി പ്രസൻസ് ഇല്ലാതിരുന്ന സമയം സ്റ്റോക്കിന് ഒരു സൈഡ് വേസ് മൂവ് വന്ന അവസ്ഥയും. അപ്പോൾ സ്മാർട്ട് മണി പ്രോ ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റോക്കും അതുപോലെ ഏത് ഇൻസ്ട്രുമെന്റും നമുക്ക് ഇതുപോലെ അനലൈസ് ചെയ്യാം ഈസി ആയിട്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്കറിയാലോ 7000 മുകളിൽ സ്റ്റോക്കുകളുണ്ട്. അതിൽ നിന്നും സ്മാർട്ട് മണി ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെ തിരഞ്ഞു പിടിക്കുക എന്നത് ഒരു ഹിമാലയൻ ടാസ്ക്കാണ്. അപ്പോൾ അത് ഈസിയാക്കാനായി തന്നെ നമുക്ക് ബ്രേക്ക് പോയിന്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു സ്മാർട്ട് മണി പ്രോ സ്കാനർ സ്വിംഗ് ട്രേഡിന് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. സോ ഇതാണ് സ്മാർട്ട് മണി പ്രോ സ്വിംഗ് സ്കാനർ. ഇതുവഴി നമുക്ക് ഫിൽട്ടർ ചെയ്തെടുത്ത സ്റ്റോക്കുകൾ മാത്രം ലഭിക്കുന്നത് വഴി നമ്മുടെ പണി വീണ്ടും കുറഞ്ഞിരിക്കുന്നു. അതായത് ഇവിടെ കാണുന്ന സ്റ്റോക്കുകൾ വീണ്ടും ഒന്ന് ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് വഴി ഈസി ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്മാർട്ട് മണി പ്രോയുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ breakpoint.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയി സ്മാർട്ട് മണി സെക്ഷനിൽ പോയാലും ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്.